ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുളകിട്ട അയിലക്കറി കേട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, വെല്ലുള്ളി ഒക്കെ നന്നാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മീൻ എടുക്കാൻ പോട്ടെ. ഇതാട്ടോ നമ്മളെ ഫ്രിഡ്ജിൽ ഇങ്ങനെ കേട്ടോ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ചട്ടി ചൂടാക്കിയതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച വെല്ലുള്ളി കേട്ടോ, ചെറിയ കഷ്ണമാക്കി അരിഞ്ഞ് വെച്ച് വെല്ലുള്ളി ഇട്ട് നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. വെല്ലുള്ളി വരട്ടിയെടുത്തതിൻ്റെ ശേഷം കേട്ടോ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് പിന്നെ അത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വരട്ടിയിട്ടുള്ള കറിയാണ് നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ കേട്ടോ കറി വെക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലും വെക്കാം കേട്ടോ. ഈ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കറി വരട്ടിയിട്ടും വെക്കാം, എന്താ പറയുക, അല്ലാതെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് കുഴച്ച് എല്ലാം കൂടി ഇട്ടിട്ടും വെക്കട്ടോ. പിന്നെ തക്കാളി ഇട്ടിട്ട് തക്കാളി നല്ലതുപോലെ വരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് വരട്ടിയതിൻ്റെ ശേഷമാണ് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ, കുറച്ച് വലിയ ജീരകമില്ലേ, ആ ജീരകം കൂടി, പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ പിന്നെ ഒന്ന് വരട്ടിയെടുക്കുക. അത് വരെ ഇത് നല്ലതുപോലെ ഈ മുളക് പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെ ഒക്കെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ ഞാൻ വരട്ടുന്നുണ്ട് കേട്ടോ. ആ മണമൊക്കെ പോയി സെറ്റായി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ കുറച്ച് നേരം പുളി കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുളി കുതിർത്തി വെച്ചതിൻ്റെ ശേഷം അത് നല്ലതുപോലെ പീങ്ങി എന്താ പറയുക കറി ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ അത്യാവശ്യത്തിന് പുളി വേണം കേട്ടോ. എൻ്റെ വീട്ടിൽ കുറച്ച് തോനെ പുളി ഇട്ടിട്ടാണ് ഇവിടെ കറി വെക്കുക. പക്ഷേ എൻ്റെ സ്വന്തം വീട്ടിൽ പുളി അത്രയ്ക്കും വേണ്ട. കെട്ടിച്ച് കൊണ്ടുപോയെടുത്ത് നല്ല പുളി വേണം. അതിനെക്കൊണ്ട് കുറച്ച് തോനെ പുളി ഇട്ടിട്ടാണ് നമ്മൾ കറി വെക്കുക. ഈ മുളകും ഈ പുളിയും മഞ്ഞളും മല്ലിയൊക്കെ പാകത്തിന് എന്താ പറയുക ആയി വരുമ്പോഴാണ് കറീൻ്റെ ടേസ്റ്റേ വരുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ഇത്ര പുളി ഇഷ്ടമല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഇവിടുത്തെ മീൻ കറി വല്ലാണ്ട് കൂട്ടലില്ല. പക്ഷേ അടിപൊളി കറിയാണ് കേട്ടോ. അങ്ങനെ ഇത് നല്ലതുപോലെ ഇളക്കിയതിൻ്റെ ശേഷം അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. തിളയ്ക്കാൻ വേണ്ടി വെച്ച് വരുമ്പോഴത്തേന് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത മീനൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ മീനൊക്കെ ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് നമ്മൾ ചെറിയ കുഞ്ഞുള്ളി ഉണ്ട് കേട്ടോ. കുഞ്ഞുള്ളിയിൽ വറവിട്ട കറി കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീനൊക്കെ സെറ്റായി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ കറി തിളയ്ക്കട്ടെ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. അങ്ങനെ മീൻ വേവുന്ന ടൈമിലാണ് ഞാൻ പിന്നെ 2 കറിവേപ്പിൻ്റെ ഇല ഇട്ട് വെച്ച് പിന്നെ ഒന്നും കൂടി മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഞാൻ കറി വീണ്ടും മാറ്റി വെക്കുകയാണ്. പിന്നെ നമ്മളെ വറവിടലിലേക്ക് നടക്കുന്നു. എനിക്ക് ഈ വറവാണ് കറിയിൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഈ വറവിടുമ്പോഴാണ് കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചെറിയ കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുള്ളി ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് വരട്ടുന്നുണ്ട്. നല്ല ഒരു മൂപ്പിച്ചൊരു ചുവപ്പ് കളറാവണം കേട്ടോ. അപ്പോൾ ഒരു മണം പ്രത്യേകം വരും. ആ മണം വരുമ്പോൾ നമ്മുടെ കറി അങ്ങോട്ട് എടുക്കും. കറിയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. അതാണ് കറി. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ കറിയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ ഉപ്പും മുളകും മല്ലി എല്ലാം പാകത്തിന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണ, വറവിട്ട വെളിച്ചെണ്ണ ഇതൊക്കെ സെറ്റായിട്ട് ഒരു മണം വരും. പിന്നെ തുറക്കുമ്പോൾ അടിപൊളി ഒരു മണമാണ് വരിക. കണ്ടില്ലേ, ഇതാട്ടോ നമ്മുടെ കറീൻ്റെ പാകം. ഇനി ഞാൻ തീയൊന്നും കത്തിക്കാനൊന്നുമില്ല. ഇനി അതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ.